ദിവസവും യാത്ര ചെയ്യുന്നവരാണ്. 1ഉം 2ഉം 3ഉം അല്ല, 100ഉം 200ഉം കിലോമീറ്റർ. അങ്ങനെ ഞങ്ങളൊരു മനോഹരമായ യാതൊരു വക മാനസിക സമ്മർദ്ദങ്ങളും ഇല്ലാത്ത ഒരു യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു. എറണാകുളത്ത് നിന്നും പുറപ്പെട്ട ഞങ്ങളുടെ ആദ്യ ലക്ഷ്യസ്ഥാനം ഇല്ലിക്കൽ കല്ലാണ്. എന്നാൽ അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു ബോർഡ് കണ്ടു. ആ ബോർഡ് അന്വേഷിച്ച് ചെന്നപ്പോൾ ഇത്രയും മനോഹരമായ ഒരു ഡാം വളരെ അടുത്ത് നിന്ന് കാണാൻ പറ്റി. ഒന്നും നോക്കിയില്ല, താലഞ്ചും മുറഞ്ചും ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. യാത്ര വീണ്ടും തുടരുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റി വിടില്ലെന്നും ജീപ്പിൽ പോകണമെന്ന് പറഞ്ഞത്. ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു കപ്പിള് നമ്മൾ ജീപ്പിൽ പോയ ഈ ഒരു 3 to 4 കിലോമീറ്റേഴ്സ് നടന്നാണ് കയറിയത്. ഒരു പ്രായമൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളും ചിലപ്പോൾ ചെയ്തേനെ. എന്തായാലും ഇന്നത്തെ കാലത്ത് തന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടമായി, സമാധാനമായി, സന്തോഷമായി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെയും നമ്മുടെ യാത്ര തുടരുകയാണ്. സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു ഫ്രെയിം ഞാൻ ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. വേറെ വാഹനങ്ങളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇനി ഇലവിഴ, പൂഞ്ചിറ, മുനിയൻപാറ ഗുഹ അങ്ങനെ 1-2 സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മൾ ആ കണ്ട ഡാം ഉണ്ടല്ലോ, ഏറ്റവും ആദ്യം കണ്ട ഡാമാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്നത്. ഞാൻ അതാണ് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. കൂടെ വന്നിരുന്ന ജീപ്പിലെ ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ഞാൻ എൻ്റേതായ രീതിയിൽ പകർത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് വരാൻ പറ്റി, വളരെ ചെറിയ ഒരു പൈസയിൽ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മുനിയൻപാറ ഗുഹ. ഇതൊക്കെ കുറച്ച് അപകടം പിടിച്ച സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഏത് നിമിഷം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയൊക്കെ വെച്ചിട്ട് ഏത് നിമിഷം എന്തും സംഭവിക്കാമല്ലോ. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറിപ്പോയി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം വരുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട്. വീഡിയോ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്നത്തെ യാത്രകളെല്ലാം നമ്മൾ മെല്ലെ മെല്ലെ ഒതുക്കുകയാണ്. എത്തിച്ചേർന്നത് വാഗമണിലാണ്. അവിടെ ചെന്ന വശം തന്നെ നല്ല കോടയും നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളും, അതായത് ഒരു സന്ധ്യാനേരം ആയതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു ആ കോടയും കൂടെ വന്നപ്പോൾ. അങ്ങനെ അതൊക്കെ കണ്ടു. പെട്ടെന്ന് ഞങ്ങൾ ഒരു പാർപ്പിടവും കൂടെ സംഘടിപ്പിച്ചു. അത്രയേ ഉള്ളൂ.